പെയിൻറ്റിങ് എ സ്പ്രിങ് ഇൻ മൺസൂൺ. ഇതുപോലെയുള്ളൊരു മൺസൂൺ കാലത്താണ് 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചിത്രം വരച്ചു തുടങ്ങുന്നത്. അന്ന് ലോക്ക്ഡൗൺ കാലഘട്ടമായിരുന്നു. രാവിലെ എണീച്ച് കഴിയുമ്പോൾ പല്ലൊക്കെ തേച്ച് ഒരു ചെറിയ കല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയ വുഡ് കോസ്റ്റർ അതിലൊക്കെയാണ് ആദ്യമായിട്ട് വരച്ചു തുടങ്ങിയത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വര എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ലാൻഡ്സ്കേപ്സ് വരയ്ക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ മഴക്കാലത്ത് തണുത്ത് നനഞ്ഞ് കുളിർന്നിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് വല്ലാത്തൊരു സുഖമാണ്. പുറത്ത് മഴയും ഇടിയും ഒക്കെ ആകുമ്പോഴും നമ്മുടെ ഉള്ളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും സൂര്യപ്രകാശത്തിൻ്റെ ചൂടും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് തന്നെ 2 ലോകത്ത് ജീവിക്കുന്നൊരു അനുഭൂതിയാണ് ഉണ്ടാവാറ്. ഞാനൊരു സെൽഫ് തോട്ട് ആർട്ടിസ്റ്റാണ്. ചെറുപ്പം തൊട്ടേ ചെറുതായിട്ടുള്ള വരകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. കൊറോണ സമയത്താണ് കൂടുതൽ സമയം ലഭിക്കുന്നതും അതിനുശേഷം കൺസിസ്റ്റൻ്റായിട്ട് ചെറിയ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചുവടുകളെടുത്ത് എൻ്റെ ക്യാൻവാസിൻ്റെ വലിപ്പവും എടുക്കുന്ന സബ്ജക്റ്റുകളും ഒക്കെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനും ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാനും വേണ്ടി തുടങ്ങി. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു ഗ്രോത്ത് എനിക്ക് കാണാനും ഒക്കെ സാധിച്ചു. ചെറിയ രീതിയിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്ന് വലിയ ക്യാൻവാസിലോട്ടുള്ള ജേണി, അതുപോലെ തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ. എൻ്റെ ചിത്രങ്ങൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, എന്നെ പുഷ് ചെയ്ത ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട് ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ. ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞതും എൻ്റെ ചിത്രങ്ങളിലൂടെയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ കിടക്കുന്ന പല ഇമോഷൻസും ഞാൻ ചില ചിത്രങ്ങൾ വരച്ചതിന് ശേഷം ആണ് മനസ്സിലാക്കാറുള്ളത്. ഓരോ ചിത്രങ്ങൾ വരച്ച് കഴിയുമ്പോഴും എനിക്ക് തോന്നാറുള്ളത്, ഞാൻ തന്നെ അറിയാത്ത എന്തോ ഒരു കാരണം ആ ചിത്രം സംഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിനോ എൻ്റെ ചിന്തകൾക്കോ ഞാൻ അറിയാതെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തോ ഒരു ഘടകം ആ ചിത്രങ്ങൾക്കുണ്ട് എന്നെനിക്ക് പിന്നീട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കമ്മീഷൻഡ് വർക്ക്സ് എടുത്ത് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഞാൻ അത്രത്തോളം ടെക്നിക്കലി സ്കില്ലഡ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലൈറ്റിങ്സോ കളേഴ്സോ പ്രപ്പോർഷൻസോ ഒക്കെയാണ് എൻ്റെ വരകളിൽ വരാറുള്ളത്. മറ്റൊരാൾക്ക് വേണ്ടി വരയ്ക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വരയ്ക്കുന്ന ഓരോ വരകളും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന എൻ്റെ ഒരു ഇടമാണ് ഞാനും എൻ്റെ ക്യാൻവാസും എൻ്റെ ചിത്രങ്ങളും എല്ലാം. എൻ്റെ ഓരോ ചിത്രങ്ങളും സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ടും ഞാൻ എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. അത് വരയ്ക്കാൻ പോകുന്ന ഒരു ചിത്രത്തിനെ കുറിച്ചുള്ള ധാരണയാണെങ്കിൽ പോലും എന്ത് വരയ്ക്കണമെന്നോ
അതെങ്ങനെ ആയിരിക്കണമെന്നോ മുൻകൂട്ടി നിശ്ചയിക്കാറില്ല. ഇതിനു മുന്നേ കണ്ട കാഴ്ചകളോ അതിൽ നിന്ന് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എലമെൻസോ ഒക്കെയാണ് പിന്നീട് എൻ്റെ ചിത്രങ്ങളിൽ വരാറുള്ളത്. ഓരോ ക്യാൻവാസും അതിൽ ഒരു പുതിയ ചിത്രം ആരംഭിക്കുമ്പോൾ അത് ഈ രീതിയിലായിരിക്കും അതിൻ്റെ അവസാനം എന്നെനിക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനോ അങ്ങനെ ഒരു ബോക്സിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തമായ ധാരണയോടെ ഒരു ചിത്രത്തെ സമീപിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ചിത്രം എന്നിലൂടെ സംഭവിക്കുന്നതാണ്. അതിനതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ടെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു പൂ വിരിയുന്നത് പോലെ ഒക്കെയാണ് എനിക്ക് എൻ്റെ പെയിൻറ്റിങ് പ്രോസസ്സിൽ എനിക്ക് അനുഭവപ്പെടാറുള്ളത്. അതിൽ ഞാൻ ഒരു രീതിയിലും ഉള്ളൊരു പ്രഷർ ചെലുത്താറില്ല. അതിന് എങ്ങനെയാണോ സംഭവിക്കാൻ താല്പര്യമുള്ളത് അതിനെ ആ രീതിയിൽ സംഭവിക്കാൻ അനുവദിക്കാറാണ് എൻ്റെ പൊതുവെയുള്ളൊരു ശീലം. ഞാനതിനൊരു കാരണം മാത്രമായിട്ട് അവിടെ നിന്നു കൊടുക്കാറാണ്. എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ് ഈ ഒരു രീതിയിൽ എല്ലാവർക്കും പെയിൻറ്റിങ് ചെയ്യാൻ കഴിയും, ചിത്രകലയെ സമീപിക്കാൻ കഴിയും എന്നുള്ളത്. നമ്മൾ ജീവിതത്തിലാണെങ്കിലും പലപ്പോഴും മുൻവിധിയോടെ അല്ലെങ്കിൽ മുൻധാരണയോടെ തെറ്റുമോ അതോ ശരിയാവുമോ, ആരെങ്കിലും കളിയാക്കുമോ എന്നൊക്കെയുള്ള പല ചിന്തകൾ കൊണ്ട് പല കാര്യങ്ങളെ സമീപിക്കാറുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ നിഷ്കളങ്കതയോടെ ഒരു കാര്യത്തെ സമീപിക്കുക, അതുകൊണ്ട് കിട്ടുന്ന ഔട്ട് എന്തായാലും അതിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഓരോ ചിത്രങ്ങളിൽ നിന്നും പഠിച്ചത്.